നമസ്കാരം. 11 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 11 ദിവസം ഇവിടെ കലാപമുണ്ടാക്കിയത് എന്ന്? അതിനുള്ള ഉത്തരം AICC നൽകുന്നത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി അല്ല എന്ന് അദ്ദേഹത്തോട് പറയാനുള്ള സാവകാശത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് എന്നാണ്. എന്നാൽ ഹൈക്കമാൻഡോ കോൺഗ്രസ് പാർട്ടിയിലെ മറ്റ് നേതാക്കളോ കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ആയുധം എറിഞ്ഞു പിടിച്ച് വി ഡി സതീശൻ തൻ്റെ കസേര ഉറപ്പിച്ചു. വാസ്തവത്തിൽ KC വേണുഗോപാലിൻ്റെ ഒരു അതിര് കവിഞ്ഞ കുബുദ്ധിയിൽ ജനിച്ച മുഖ്യമന്ത്രി സ്ഥാനമാണ് വി ഡി സതീശൻ്റേത്. 2021 തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ലോകമെമ്പാടും അങ്ങനെയായിരുന്നു. കോവിഡ് കാലത്ത് ആരായിരുന്നു പ്രധാന പദവി അലങ്കരിച്ചത്? അവരൊക്കെ പിന്നീട് വന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ മാത്രമല്ല, പല രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ കോവിഡിൻ്റെ ആനുകൂല്യത്തിൽ കടന്നുപോയി. കോവിഡ് കാലത്ത് പ്രചരണം നടത്താൻ കഴിയുന്നില്ല. സർക്കാരിനോട് കൂടുതൽ വിശ്വാസമാണ്. സർക്കാർ പറയുന്നതാണ് ജനങ്ങൾ പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ വിശ്വസിക്കുന്നത്. പ്രതിപക്ഷത്തിന് സമരമോ പ്രതിഷേധമോ നടത്താൻ സാഹചര്യമില്ല എന്നതൊക്കെ ആയിരുന്നു ആ ഭരണ തുടർച്ചയുടെ പ്രധാന കാരണം. 2016 തോറ്റപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതെ രമേശ് ചെന്നിത്തലയെ വാഴിച്ചതാണ്. 2021 ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. പക്ഷെ അവിടെയാണ് KC വേണുഗോപാൽ ഒരു അതിബുദ്ധി പ്രയോഗിച്ചത്. 2026 എന്തായാലും UDF ഭരണമായിരിക്കുമെന്ന് KC വേണുഗോപാലിന് അറിയാമായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി തൻ്റെ വിശ്വസ്തനായ വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കാൻ അണിയറയിൽ നീക്കം നടത്തിയത് KC വേണുഗോപാലാണ്. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ വി ഡി സതീശന് സൽപ്പേരുണ്ടെങ്കിലും പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ ഒരു സ്ഥാനവും സതീശനുണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും മന്ത്രിയായിട്ടില്ല. DCC പ്രസിഡന്റോ KSU പ്രസിഡന്റോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റോ പോലും ആയിട്ടില്ല. പക്ഷേ 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രമേശ് ചെന്നിത്തല തുടർന്നാൽ 26 മുഖ്യമന്ത്രിയാവാനുള്ള തൻ്റെ മോഹം നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് KC വേണുഗോപാൽ പ്രതിഷ്ഠിച്ചതാണ് വി ഡി സതീശനെ. ആ സ്ഥാനത്ത് ഇരുത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തുടർച്ചയാണെന്ന് വി ഡിയോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ കൃത്യമായി അണികളെ കയ്യിലെടുക്കാൻ, ജനങ്ങളെ സ്വാധീനിക്കാൻ, അതിനുവേണ്ടി സോഷ്യൽ മീഡിയയുടെ എല്ലാ സാധ്യതയും ഉപയോഗിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തെത്താം എന്ന് പ്രതീക്ഷിച്ച് നീക്കങ്ങൾ നടത്തുകയും ആ നീക്കത്തിൽ പ്രാഥമികമായ വിജയം വേണു നേടുകയും ചെയ്തു. ആകെയുള്ള 67 MLA-മാരിൽ 47 പേരും പിന്തുണച്ചു എന്ന് മാത്രമല്ല, KPCC പ്രസിഡന്റും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കം KPCCയിലെ മിക്ക ഭാരവാഹികളും KC വേണുഗോപാലിനെ പിന്തുണച്ചു. VM സുധീരൻ മാത്രമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ കട്ടയ്ക്ക് വി ഡി സതീശനെ പിന്തുണച്ചത്. K മുരളീധരന് അങ്ങനെ വ്യക്തമായ നിലപാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ നേതാക്കളുടെയും പിന്തുണയുണ്ടായിട്ടും കൃത്യമായ നീക്കങ്ങളിലൂടെ ജനങ്ങളെ കയ്യിലെടുത്തതുകൊണ്ട്, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉറപ്പാക്കിയതുകൊണ്ട് KCയുടെ സ്വപ്നം പൊലിഞ്ഞുപോയി. ഇന്നലെ വരെ KCയെ മുഖ്യമന്ത്രിയാക്കാം എന്ന് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം പ്രിയങ്ക ഗാന്ധി എന്ന വയനാട്ടിലെ MP-യോട് നേരിട്ടായപ്പോൾ പ്രിയങ്കയ്ക്ക് മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കേണ്ടി വന്നു. അവിടെ സോണിയാഗാന്ധി പോലും സഹായിയായി. മറ്റൊരു നിവൃത്തിയില്ലാതെ KC വേണുഗോപാലിനോട് നോ പറയാനുള്ള ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി തന്നെ ഏറ്റെടുത്തു. ഇന്ന് രാവിലെ പോലും KC വേണുഗോപാലിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും ഉറച്ച ആത്മവിശ്വാസമായിരുന്നു മുഖ്യമന്ത്രി കസേര ഒപ്പമാണെന്ന്. ഒടുവിൽ കേരളത്തിലേക്കുള്ള ചാർട്ടേഡ് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പാണ് KC വേണുഗോപാലിനെ വിളിച്ച് രാഹുൽ ഗാന്ധി സങ്കടപൂർവ്വം ഇത് നടക്കില്ല എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ KC ക്യാമ്പ് ഞെട്ടിപ്പോയി. KC പറയുന്നത് നടക്കൂ എന്ന ആത്മവിശ്വാസത്തിൽ KCയെ പിന്തുണച്ച അനേകം MLA-മാർ വാ പൊളിച്ചു പോയി. പക്ഷേ KCയെ കൈവിടാൻ രാഹുൽ ഗാന്ധി ഒരുക്കമല്ല. KCയെ കാത്തിരിക്കുന്നത് KC ഇതുവരെ അലങ്കരിച്ചതിനേക്കാൾ ഉയർന്ന പദവിയായിരിക്കുമെന്നാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രായാധിക്യം കൊണ്ടും രോഗം കൊണ്ടും വലയുന്ന മല്ലികാർജുന ഖാർഗെ ഏറെ വൈകാതെ AICC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉടനടിയാക്കുമെന്നും പകരം AICC പ്രസിഡന്റ് പദവിയിലേക്ക് KC വേണുഗോപാലിനെ പ്രതിഷ്ഠിക്കുമെന്നുമാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന. മല്ലികാർജുന ഖാർഗെയോട് രാഹുൽ ഗാന്ധി ഇതിനോടകം അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഗാന്ധി കുടുംബം നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രം AICC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ഖാർഗെ സന്തോഷത്തോടുകൂടി പദവി രാജിവെക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 1-2 മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി KC വേണുഗോപാൽ AICC പ്രസിഡന്റ് ആവും. പണ്ട് ചേറ്റൂർ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ
ഒരു മലയാളിക്ക് പോലും എത്തപ്പെടാൻ കഴിയാത്ത മഹത്തായ പദവിയാണത്. എന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ ACC ജനറൽ സെക്രട്ടറിയേക്കാൾ ഉയർന്ന പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന 2 പേരിൽ ഒരാളായി വേണു മാറുന്നു. ഇതുവരെ 3 പേരിൽ ഒരാളായിരുന്നെങ്കിൽ ഇനി 2 പേരിൽ ഒരാളായിരിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ബാക്കിയാണ്. ഒന്നാമത്തെ പ്രശ്നം എങ്ങനെ രമേശ് ചെന്നിത്തലയെ അക്കമഡേറ്റ് ചെയ്യുമെന്നതാണ്. ചെന്നിത്തല കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തേക്ക് പോയേക്കും എന്ന ആശങ്ക പോലും ശക്തമാണ്. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമ്പോൾ സോണിയാഗാന്ധി ഉറപ്പ് കൊടുത്തതായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത തവണ നേതൃസ്ഥാനം. ആ ഉറപ്പ് പാലിക്കാൻ സോണിയാഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗം പോലും ഉപേക്ഷിച്ച് ചെന്നിത്തല നേരെ ഗുരുവായൂർക്ക് പോയി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല. ഒരു മാധ്യമപ്രവർത്തകൻ ഫോൺ എടുത്തിട്ടും ചെന്നിത്തല മറുപടി പറഞ്ഞിട്ടില്ല. ചെന്നിത്തലയുടെ നീക്കം എന്താവും എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. ആഭ്യന്തരമന്ത്രി സ്ഥാനം ചെന്നിത്തലയ്ക്ക് വിട്ടുകൊടുക്കുന്നതിൽ VD സതീശന് പോലും പരാതിയില്ല. എൻ്റെ നേതാവാണ് ചെന്നിത്തല എന്ന് VD സതീശൻ പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി പദവി തർക്കമില്ലാതെ ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ VD സതീശന് കീഴിൽ ആഭ്യന്തരമന്ത്രി പദവിയല്ല, ഏത് പദവി കിട്ടിയാലും ഇരിക്കാൻ തയ്യാറല്ല എന്നാണ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ നിലപാട്. ചെന്നിത്തല നിലപാടിൽ ഉറച്ചു നിന്നാൽ പ്രതിസന്ധി രൂക്ഷമാകും. അങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ചെന്നിത്തല എന്ത് കടുംകൈ ചെയ്യും എന്നതാണ് AICC നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത്. ചെന്നിത്തല പാർട്ടിക്ക് പുറത്തേക്ക് പോകുമോ എന്ന ആശങ്ക AICC നേതൃത്വത്തിനുണ്ട്. എന്നാൽ ചെന്നിത്തല തൻ്റെ ഭാവിയെക്കുറിച്ച് ആരോടും ഒന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. തികഞ്ഞ അനീതിയാണ് തന്നോട് കാണിച്ചത് എന്ന് ചെന്നിത്തല തീർത്തു പറയുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും അധികം വിനയായത് വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയന് വേണ്ടി പണിയെടുത്തവരാണെന്നും അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട എന്നും പൊതുസമൂഹം നിലപാടെടുത്തപ്പോൾ അത് ഏറ്റവും അധികം ദോഷം ചെയ്തത് ചെന്നിത്തലയ്ക്കാണ്. എന്തായാലും VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ വരും ദിനങ്ങൾ കഠിനമാകും. ഇന്നവരെ ഒരു മന്ത്രിപദവിയിലും ഇരുന്നിട്ടില്ല എന്നത് മാത്രമല്ല, തന്നെക്കാൾ ശക്തരെ 2 പേർ പുറത്തു നിൽക്കുന്നുണ്ട് എന്നതും VD സതീശന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. രമേശ് ചെന്നിത്തലയുടെയും പാർട്ടിയിൽ ശക്തനായ കെ.സി. വേണുഗോപാലിൻ്റെയും നീക്കങ്ങൾ ഒരിക്കലും തനിക്ക് അനുകൂലമാവില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ രമേശിന് വേണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി പദവി തനിക്ക് തന്നെ വേണം എന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് AICC നേതൃത്വം വഴങ്ങിയേക്കില്ല. ആഭ്യന്തരമന്ത്രി സ്ഥാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ AP അനിൽകുമാറിനോ കൊടുത്ത് കെ.സി. വേണുഗോപാൽ തൻ്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. പോലീസിന് ചുമതലയില്ലാതെയുള്ള മുഖ്യമന്ത്രി പദവി മുൾക്കിരീടമാണെന്ന് VD സതീശൻ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇടക്കാലത്ത് ആഭ്യന്തരമന്ത്രി പദവി രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തതിൻ്റെ തിരിച്ചടിയായിരുന്നു ഉമ്മൻചാണ്ടിക്കേറ്റ നാണക്കേട് മുഴുവൻ. കേരളത്തിൽ ആദ്യത്തെ തുടർഭരണത്തിന് സാധ്യതയുണ്ടായിരുന്ന VS അച്യുതാനന്ദനെ പാളിപ്പോയതും ആഭ്യന്തരമന്ത്രി പദവി ഇല്ലാതെ പോയതാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി പദവി ഇല്ലാതെ VD സതീശന് ഭരണം എത്രമാത്രം സുഗമമാവും എന്ന് കണ്ടറിയണം. വലിയ ജനരോക്ഷത്തിന് കീഴടങ്ങി മുഖ്യമന്ത്രി പദവി വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് കെ.സി. വേണുഗോപാലിൻ്റെ തീരുമാനം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മന്ത്രിമാരാവുന്നതിൽ ഭൂരിഭാഗവും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാവും. VD സതീശൻ്റെ ആകെ ബലവും പ്രതീക്ഷയും മുസ്ലിം ലീഗിൽ മാത്രമാവും.